കോടികൾ മുടക്കി പണി കഴിപ്പിച്ച സർക്കാരിന്റെ അനാസ്ഥ മൂലം നശിക്കുന്ന മറ്റൊരു പദ്ധതിയിലേക്കാണ് ഇനി പെരുമ്പാവൂരിലെ ജനനി പദ്ധതി. തൊഴിൽ വകുപ്പ് സബ്സിഡിയിൽ 6 കോടി രൂപ ചെലവിട്ട് ഫ്ളാറ്റ് പണി കഴിപ്പിച്ചു. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസമായിട്ടും താമസിക്കാൻ ഒരാൾ പോലും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. ഇത് പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ കോടികൾ മുടക്കി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി സർക്കാർ നിർമ്മിച്ച ബഹുനില കെട്ടിടം. ഈ കെട്ടിടത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞു. പക്ഷേ താമസിക്കാൻ ഒരൊറ്റ താമസക്കാർ പോലും ഇവിടെ എത്തിയിട്ടില്ല. 2021 ജനനി ഫ്ളാറ്റ് അന്നത്തെ തൊഴിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ബാങ്ക് വായ്പ ഉൾപ്പെടെയുള്ളവ എടുക്കാൻ കഴിയാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായിട്ടാണ് ഫ്ളാറ്റ് നിർമ്മിച്ചത്. 2 കിടപ്പുമുറി, ലിവിംഗ് കം ഡൈനിങ് ഏരിയ, അടുക്കളയും ടോയ്ലറ്റും ഉൾപ്പെടെ 645 ചതുരശ്ര വിസ്തീർണമുള്ള 74 ഫ്ളാറ്റുകൾ. എന്നാൽ കോടികൾ മുടക്കി പണി കഴിഞ്ഞ 8 നില കെട്ടിടം ആർക്കും ഗുണമില്ലാതെ കിടക്കുകയാണ്. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടി എടുക്കുന്നില്ലെന്നും ഇനിയെങ്കിലും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുൻപോട്ട് പോകുമെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു കാർഷിക പഞ്ചായത്തായ വെങ്ങോല പോലുള്ള ഈ പഞ്ചായത്തിനകത്ത് ഒരുപാട് പേർ, ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരുണ്ട്. അവർക്ക് ഇതിനകത്ത് ഒരു സംവരണം, ഒരു നിശ്ചിത എണ്ണം മാറ്റിവെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാതെ സർക്കാരിൻ്റെ അനാസ്ഥയായി തുടരുകയാണ്. ഇതിനെതിരെ വെങ്ങോലയിലെ കോൺഗ്രസിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ്റെ INTUC നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചിലവ് കൂടിയതോടെ 25 ലക്ഷം രൂപ വരെ ഒരു ഫ്ളാറ്റിന് നിരക്കുയർന്നപ്പോൾ പലരും പിന്മാറി. ഇതോടെ ആദ്യം താൽപര്യം പറഞ്ഞവർ പോലും ഫ്ളാറ്റ് എടുക്കാതെയായി. ഉടനടി പരിഹാരമുണ്ടാകുമെന്ന് തൊഴിൽ വകുപ്പ് പറയുമ്പോഴും കൃത്യമായ ഉത്തരത്തിനായുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ. സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്കായി 10,000-കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് കോടികൾ മുടക്കി സർക്കാർ തന്നെ പണി കഴിപ്പിച്ച ഇതുപോലെയുള്ള ബഹുനില കെട്ടിടങ്ങൾ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് എന്നോർക്കണം. ക്യാമറമാൻ അനൂവി നായർക്കൊപ്പം ആൻമരിയ സനി, 24 കൊച്ചി. കിടപ്പുമുറി, ലിവിംഗ് കം ഡൈനിങ് ഏരിയ, അടുക്കളയും ടോയ്ലറ്റും ഉൾപ്പെടെ 645 ചതുരശ്ര വിസ്തീർണമുള്ള 8 നിലയിൽ പണിത 74 ഫ്ളാറ്റുകൾ. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ആർക്കും ഗുണമില്ലാതെ കിടക്കുകയാണവ. പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി, പക്ഷേ വേണ്ട നടപടിയെടുക്കുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. ആൻമരിയ സണ്ണി തത്സമയം. ആൻമരിയ, ഇപ്പോൾ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ, അത് പലപ്പോഴും വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അതിൻ്റെ ഉപഭോക്താക്കൾ നേരിടുന്ന ബുദ്ധിമുട്ടൊക്കെ നമ്മൾ വാർത്തയായി നൽകാറുണ്ട്. അവിടെയാണ് ഇതുപോലെ പണി മുഴുവൻ പൂർത്തിയായി കഴിഞ്ഞിട്ടും ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്നുള്ളതാണ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ, അധികാരികളോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന മറുപടി എന്താണ്? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരിയിൽ ഇതുപോലെയുള്ള ഒരു ബഹുനില കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത്. അത് സാധാരണ നിലയിൽ നമ്മൾ കാണുന്നത് പണി പാതി വഴിയിൽ നിലച്ചിട്ട് അതിനൊരു പൂർത്തീകരണം ഉണ്ടാകാതെ നിന്നു പോകുന്ന പലതരത്തിലുള്ള കെട്ടിടങ്ങൾ സ്വാഭാവികമായും നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ 3 വർഷം മുൻപ് പണി കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിട്ടും ഈ കെട്ടിടം ആർക്കും ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ നിന്നു പോകുന്നു എന്നുള്ളതാണ്. പലതവണ അധികാരികൾ മുൻപിൽ ഇതൊരു ആവശ്യമായിട്ട് ഉന്നയിച്ചു, പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു, പലതരത്തിലുള്ള സമരപരിപാടികൾ നടത്തി. അപ്പോഴെല്ലാം സർക്കാർ നൽകുന്ന ഒരു ഉത്തരം ഇത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആളെത്തുന്നില്ല എന്നുള്ള ഒരു ചെറിയൊരു വാചകത്തിൽ അവർ ആ ഉത്തരം ഒതുക്കുന്നു എന്നുള്ളതാണ്. 25 ലക്ഷം രൂപയെങ്കിലും ചെലവ് വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ ആളില്ല, ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ നിൽക്കുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ സാധാരണക്കാരനായ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫ്ളാറ്റ്, ഇതുപോലെയുള്ള ഒരു 8 നില കെട്ടിടം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ കഴിയില്ല അനുജ. കാരണം നമ്മൾ കാണുന്നതാണ്, പലപ്പോഴും നമ്മൾ വാർത്തകൾ കാണുന്നതാണ്, സ്വന്തമായിട്ടൊരു പാർപ്പിടമില്ലാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഇതൊരു ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം 6 കോടി രൂപയാണ് ഈ ഫ്ളാറ്റിനായിട്ട് സർക്കാർ ചെലവഴിച്ചത്. പലതരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുൻപോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ പല രീതിയിൽ ഈ പ്രതിഷേധം ഒരു സമരപ്പന്തൽ തന്നെ തീർപ്പിലാക്കി ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുമായി നിങ്ങൾ മുൻപോട്ട് പോയി, അപ്പോഴെല്ലാം ഒരു ഒറ്റ വാചകത്തിൽ ഒരു മറുപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്? നമുക്കറിയാം, കേരളത്തിലെ അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അവർക്കൊരു പാർപ്പിടം എന്ന സ്വപ്നമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ കേരളത്തിൽ ആദ്യം നമ്മളുടെ അടിമാലിയിൽ, ഇടുക്കി ജില്ലയിലെ അടിമാലിയിലും
അതോടൊപ്പം എറണാകുളം ജില്ലയിൽ ഇവിടെ പോഞ്ഞാശ്ശേരിയിൽ വെങ്ങോല പഞ്ചായത്തിലെ പോഞ്ഞാശ്ശേരിയിലും ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. 296 ഫ്ലാറ്റ് വരുന്ന 3 സമുച്ചയമാണ് ഇവിടെ വിഭാവനം ചെയ്തതെങ്കിലും ഇവിടെ ഒരു സമുച്ചയം 75 ഫ്ലാറ്റുകളുള്ള പൂർത്തിയായി. 715 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 75 ഫ്ലാറ്റുകളുണ്ട്. അന്ന് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണൻ വന്ന് ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് 11 ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റുകൾ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം നടത്തിയത്. അന്ന് എല്ലാ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലെല്ലാം വന്നതാണ്. പക്ഷേ ഇപ്പോൾ 25 ലക്ഷം രൂപയാണ് ഒരു ഫ്ലാറ്റിന് ആവശ്യപ്പെടുന്നത്. ശരി, ആദ്യം ഒരു 11 ലക്ഷം രൂപ എന്ന് പറയുന്നു, പിന്നീട് അത് 25 ലക്ഷം രൂപയിലേക്ക് ഒതുങ്ങുന്നു. തൊഴിൽ വകുപ്പിന് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ലൈഫ് മിഷൻ പദ്ധതിയിൽ ഈ ഫ്ളാറ്റ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ കൊടുത്ത് അവർക്കൊരു സഹായം നൽകുക എന്ന നിലയിലേക്ക് സർക്കാർ പോകുന്നില്ല എന്നത് തന്നെയാണ് അനുജ ഈ പോങ്ങാശ്ശേരിയിലെ ഈ ബഹുനില കെട്ടിടത്തിന് മുമ്പിൽ നിന്നും പറയാനായിട്ടുള്ളത്. 6 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് ജനനി പദ്ധതി. അതിന്റെ നിലവിലെ അവസ്ഥയാണ് കാണുന്നത്. അധികൃതർ ഇതും കണ്ണു തുറന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് നിലവിൽ നിർവാഹമുള്ളൂ.